2024 ക്രിസ്മസ് പരീക്ഷയ്ക്ക് 5ാം ക്ലാസ്സിൽ ചോദിച്ച ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. ആദ്യത്തെ പ്രവർത്തനം നോക്കാം. ചിത്രത്തിൽ ഒരു വലിയ സമചതുരത്തെ 8 തുല്യ ഭാഗങ്ങളാക്കിയിരിക്കുന്നു. ഷെയ്ഡ് ചെയ്തത് വലിയ ചതുരത്തിൻ്റെ എത്ര ഭാഗമാണ്? അവിടെ 8 ഭാഗമായി മാറ്റിയിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ എണ്ണിയെടുക്കേണ്ട ആവശ്യമില്ല. അത് താഴെ എഴുതുകയാണ് വേണ്ടത്. 8 ഭാഗങ്ങളാണ് ആയിട്ടുള്ളത്. അവിടെ ഷെയ്ഡ് ചെയ്തത് 1 മാത്രമാണ്. അപ്പോൾ നമുക്ക് മുകളിൽ 1 എന്ന് എഴുതാം. 1/8 എന്നാണ് എഴുതേണ്ടത്. രണ്ടാമത്തത് 4 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരം വരച്ച് അതിനെ 16 സമഭാഗങ്ങളാക്കുക. മട്ടമെടുത്ത് ഓരോ സെൻറ്റിമീറ്റർ വീതം അടയാളപ്പെടുത്തി അത് വരച്ച് ചേർത്ത് 16 ചതുരങ്ങളാക്കി മാറ്റിയ ശേഷം അടുത്തതായി പറയുന്നത് വരച്ച സമചതുരത്തിൻ്റെ അരഭാഗം ഷെയ്ഡ് ചെയ്യുക. അപ്പം ആകെ 16 കളങ്ങളാണുള്ളത്. അതിൽ പകുതി ഭാഗം ഷെയ്ഡ് ചെയ്യാനാണ് പറയുന്നത്. 16ൻ്റെ പകുതി എന്നാൽ 8 8 ചതുരങ്ങൾ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ 4 ഭാഗത്തിന് തുല്യമല്ലാത്തത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് എന്നതാണ് ചോദ്യം. 3/4 തുല്യമാവാത്തത് ഏത് എന്നതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതൊക്കെ വലിയ ഭിന്നങ്ങളാണ്. അപ്പം 3/4 ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുകളിലുള്ള സംഖ്യയും താഴെയുള്ള സംഖ്യയും ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ തുല്യമായ ഉത്തരങ്ങൾ കിട്ടുന്നതാണെങ്കിൽ നമുക്കത് അതിൻ്റെ വലിയ ഭിന്നം എന്ന് പറയാം. അങ്ങനെ കിട്ടാത്ത സംഖ്യ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഭിന്നമല്ല എന്ന കാര്യമാണ് തിരിച്ചറിയേണ്ടത്. ഇവിടെ 3നെ 4 കൊണ്ട് ഗുണിച്ചാൽ 12 അതേ 4 കൊണ്ട് താഴെയുള്ള 4നെ ഗുണിച്ചാൽ 16 അപ്പോൾ അതിൻ്റെ ഭിന്നം തന്നെയാണ് 12/16. അതുപോലെ രണ്ടാമത്തത് 6/8 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ 6 4നെ 2 കൊണ്ട് ഗുണിച്ചാൽ 8 അതും 3/4 തുല്യ ഭിന്നമാണ്. എന്നാൽ മൂന്നാമത്തത് 8 എന്നാൽ 3ൻ്റെ ഗുണിതമല്ല. അതുകൊണ്ട് തന്നെ അത് 3ൻ്റെ ഭിന്നമല്ല എന്ന കാര്യം തിരിച്ചറിഞ്ഞ് എഴുതുകയാണ് വേണ്ടത്. അടുത്ത പ്രവർത്തനം നോക്കാം. അളവുകളെ ഭിന്ന രൂപത്തിലും ദശാംശ രൂപത്തിലും എഴുതി പട്ടിക പൂർത്തിയാക്കുക. ആദ്യത്തെ അളവ് 7 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്ററാണ്. 7 സെൻറ്റിമീറ്റർ പൂർണ്ണസംഖ്യയാണ്. എന്നാൽ 8 മില്ലിമീറ്റർ എന്നാൽ അത് ഭിന്നസംഖ്യാ രൂപത്തിലാണ് എഴുതേണ്ടത്. 10ൽ 8 അതുകൊണ്ട് തന്നെ 8/10 എന്നാണ് എഴുതേണ്ടത്. 7 8/10 സെൻറ്റിമീറ്റർ എന്നാണ് ഭിന്ന രൂപത്തിൽ എഴുതേണ്ടത്. ദശാംശ രൂപത്തിൽ 7ന് ശേഷം പോയിൻ്റ് ഇടുക, അതിനുശേഷം 8 എന്നാണ് എഴുതേണ്ടത്. അടുത്തത് 9 ലിറ്ററും 675 മില്ലി ലിറ്ററുമാണ്. 9 പൂർണ്ണ ലിറ്ററാണ്, 675 മില്ലി ലിറ്ററാണ്. 1000ൽ 675 9 675/1000 ലിറ്റർ എന്നാണ് അത് എഴുതേണ്ടത്. അത് ദശാംശ സംഖ്യ രൂപത്തിൽ എഴുതുമ്പോൾ 9.675 ലിറ്റർ എന്നാണ് എഴുതേണ്ടത്. അടുത്തത് 7 കിലോഗ്രാം 125 ഗ്രാമാണ്. 7 7ഉം 1000ൽ 125 ഗ്രാമാണ്. അപ്പം 7ഉം 125/1000 എന്നുമാണ് കിലോഗ്രാമിൽ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതേണ്ടത്. അതുപോലെ തന്നെ ദശാംശ രൂപത്തിൽ എഴുതുന്ന സമയത്ത് 7.125 കിലോഗ്രാം എന്നാണ് എഴുതേണ്ടത്. അതുപോലെ അടുത്തത് 4 മീറ്ററും 85 സെൻറ്റിമീറ്ററുമാണ്. 4 മീറ്റർ മുഴുവനായിട്ടുള്ള സംഖ്യയാണ്, അതുകൊണ്ട് തന്നെ 4 എന്ന് എഴുതാം. അതുപോലെ തന്നെ 85 എന്നാൽ 100ൽ 85 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ. അപ്പം 100ൽ 85 എന്നാണ് എഴുതേണ്ടത്. അത് 4ഉം 85/100 മീറ്റർ എന്നാണ് ഭിന്ന രൂപത്തിൽ എഴുതേണ്ടത്. അതുപോലെ തന്നെ ദശാംശ രൂപത്തിൽ 4.85 മീറ്റർ എന്നാണ് എഴുതേണ്ടത്. അവസാനത്തത് 8 മില്ലിമീറ്ററാണ്.
8 മില്ലിമീറ്റർ എന്നാൽ സെൻറ്റിമീറ്ററിൽ വരുന്ന സമയത്ത് 10/8 10 മില്ലിമീറ്ററാണ് ഒരു സെൻറ്റിമീറ്റർ. അപ്പം മില്ലിമീറ്റർ 8 എന്ന് പറയുമ്പോൾ 10/8 ആണ്. അതുകൊണ്ട് തന്നെ 8/10 സെൻറ്റിമീറ്റർ എന്നാണ് എഴുതേണ്ടത്. ദശാംശ രൂപത്തിൽ എഴുതുന്ന സമയത്ത് 0.8 0.8 സെൻറ്റിമീറ്റർ എന്നാണ് എഴുതേണ്ടത്. പൂർണ്ണസംഖ്യ ഇല്ലാത്തത് കൊണ്ട് തന്നെ 0 മുന്നിൽ ചേർത്ത് കൊടുക്കുക. 0.8 സെൻറ്റിമീറ്റർ എന്നാണ് എഴുതേണ്ടത്. മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. രാധ തിരുവനന്തപുരത്ത് നിന്നും 7:45 ട്രെയിനിൽ യാത്ര പുറപ്പെട്ട് അന്നേ ദിവസം 11:15 കോട്ടയത്ത് എത്തി. അന്നു തന്നെ കോട്ടയത്ത് നിന്നും 15:10 പുറപ്പെട്ട് 18:55 തിരുവനന്തപുരത്ത് എത്തി. ആദ്യത്തെ ചോദ്യം, രാധ തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്ത് എത്താൻ എത്ര സമയമെടുത്തു എന്നതാണ്. 7:45 പുറപ്പെട്ടത്, 11:15 എത്തിച്ചേർന്നത്. 7:45 മുതൽ 8 വരെ 15 മിനിറ്റാണുള്ളത്. 8 മണി മുതൽ 11 മണി വരെ 3 മണിക്കൂറുമാണുള്ളത്. പിന്നീട് ഒരു 15 മിനിറ്റ് കൂടെയുണ്ട്. അങ്ങനെ 3 വിധമായിട്ടുള്ള സമയങ്ങൾ, 15 മിനിറ്റും 3 മണിക്കൂറും 15 മിനിറ്റും അങ്ങനെ കൂട്ടുന്ന സമയത്ത് 3.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറും 30 മിനിറ്റും എന്ന് എഴുതാൻ പറ്റും. അടുത്ത ചോദ്യം, കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കെടുത്ത സമയം എത്ര? കോട്ടയത്ത് നിന്നും പുറപ്പെട്ടത് 15:10 തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത് 18:55. അപ്പോൾ 18:55 നിന്ന് 15:10 കുറയ്ക്കാൻ പറ്റുന്നതാണ്. നമുക്ക് എല്ലാ സംഖ്യയും വലുതായതുകൊണ്ട് വലുതിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കാൻ പ്രയാസമല്ല. മിനിറ്റും മണിക്കൂറും നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കുറയ്ക്കുന്ന സമയത്ത് 3 മണിക്കൂറും 45 മിനിറ്റുമാണ് കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്രയ്ക്കെടുത്ത സമയമെന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ട്രെയിനിൽ യാത്രയ്ക്ക് എത്ര സമയമെടുത്തു എന്നതാണ്. 2 സമയവും കൂടി കൂട്ടുന്ന സമയത്ത് നമുക്ക് 6:75 6 മണിക്കൂർ 75 മിനിറ്റുമാണ്. 75 മിനിറ്റ് എന്നാൽ ഒരു 60 മിനിറ്റ് മണിക്കൂറിലേക്ക് മാറ്റാം. അങ്ങനെ 7 മണിക്കൂറും 15 മിനിറ്റുമാണ് എടുത്തത്, ആകെ സമയം എടുത്തത് എന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിലെ സെക്കൻഡ് സൂചി 1-ൽ നിന്ന് തുടങ്ങി ഒരു പ്രാവശ്യം കറങ്ങി വീണ്ടും 1-ലെത്താൻ എത്ര സമയം എടുക്കും എന്നതാണ് ചോദ്യം. ഒരു തവണ സെക്കൻഡ് സൂചി കറങ്ങി വരുന്ന സമയമാണ് ചോദിക്കുന്നത്. ഒരു തവണ സെക്കൻഡ് സൂചി കറങ്ങി വരുമ്പോൾ 60 സെക്കൻഡ് എടുക്കുന്നുണ്ട്. 60 സെക്കൻഡ് എന്നാൽ 1 മിനിറ്റാണ്. 1 മിനിറ്റ് എന്ന് എഴുതിയാലും 60 സെക്കൻഡ് എന്ന് എഴുതിയാലും ഉത്തരം ശരിയാണ്. അവസാനത്തെ ചോദ്യം, 18:55 തുല്യമായ സമയം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? 18:55 റെയിൽവേ സമയമാണ്. അതിന് സമാനമായ സാധാരണ ക്ലോക്കിലെ സമയമാണ് എഴുതേണ്ടത്. 18:55 നിന്ന് 12 കുറയ്ക്കാൻ പറ്റുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക അതൊരു PM സമയമാണ്. അപ്പോൾ 18:55 നിന്ന് 12 കുറയ്ക്കുന്ന സമയത്ത് 6:55 നമുക്ക് ഉത്തരം കിട്ടുന്നത്. അത് PM-ലാണ് എഴുതേണ്ടത്, 6:55 PM. അടുത്ത പ്രവർത്തനം നോക്കാം. 3 കിലോ പഞ്ചസാര 4 പാക്കറ്റുകളിൽ തുല്യമായി നിറച്ചാൽ ഒരു പാക്കറ്റിൽ എത്ര കിലോഗ്രാം പഞ്ചസാര ഉണ്ടാവും? 3നെ 4 കൊണ്ട് ഹരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ 3/4 എന്ന് എഴുതിയാൽ മതി. 3/4 എന്നാൽ 3/4 കിലോഗ്രാം എന്നാണ് ഉത്തരം കിട്ടുക. 3/4 കിലോഗ്രാം പഞ്ചസാരയാണ് ഒരു പാക്കറ്റിൽ ഉണ്ടാവുന്നത്. അതുപോലെ രണ്ടാമത്തെ ചോദ്യം, 17 മിഠായികൾ 3 പേർക്ക് തുല്യമായി വീതിച്ചു കൊടുത്താൽ ഓരോരുത്തർക്കും എത്ര മിഠായികൾ വീതം ലഭിക്കും? എത്ര മിഠായികൾ മിച്ചമുണ്ടാവും? അവിടെ 17നെ 3 കൊണ്ട് ഹരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. 17നെ 3 കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം 5ഉം മിച്ചമായിട്ട് 2ഉമാവും ഉണ്ടാവുന്നത്. അടുത്ത ചോദ്യം, 7 കിലോഗ്രാം പഞ്ചസാര ഒരുപോലെയുള്ള 4 പാക്കറ്റുകളിൽ നിറച്ചു. ഒരു പാക്കറ്റിൽ എത്ര കിലോഗ്രാം പഞ്ചസാര ഉണ്ടാകും? പഞ്ചസാരയുടെ ഭാരം എണ്ണൽ സംഖ്യയും ഭിന്നസംഖ്യയും ചേർന്ന രൂപത്തിൽ എഴുതുക.
ഇവിടെ 7 കിലോഗ്രാം പഞ്ചസാര 4 പാക്കറ്റുകളിലാണ് നിറയ്ക്കാൻ വേണ്ടി പറയുന്നത്. അതുകൊണ്ട് തന്നെ 7/4 എന്നാണ് എഴുതേണ്ടത്. അത് 7നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ ഭിന്നസംഖ്യ എഴുതുന്നത്. 7/4 എന്നാൽ 7നേക്കാളും ചെറിയ സംഖ്യയാണ് 4. അതുകൊണ്ട് തന്നെ ഒരു 4 7ൽ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയും. ബാക്കി അവിടെ 3 ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ 1 കിലോഗ്രാമും 3/4 ഒരു പാക്കറ്റിൽ നിറയ്ക്കാൻ പറ്റുന്ന പഞ്ചസാരയുടെ അളവ്. അത് എഴുതേണ്ടത് 1/3/4 കിലോഗ്രാം പഞ്ചസാര എന്നാണ് എഴുതേണ്ടത്. അടുത്തത് 1/4 തുല്യമായത് താഴെ കൊടുത്തതിൽ ഏതാണ്? 1/4 തുല്യമായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? അവിടെ ആദ്യത്തത് 5 കാലുകൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. 4 കാലുകൾ ചേർന്നാൽ 1 അത് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ 5 കാലുകൾ കൂട്ടിയാൽ 1 ഒരു കാല് അധികവും ഉണ്ടാവും. അപ്പം ആദ്യത്തെ ഓപ്ഷനിലെ ആദ്യത്തെ ഉത്തരം തന്നെയാണ് ശരിയായ ഉത്തരം. 5 കാലുകളാണ്. രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചമായി വരാവുന്ന സംഖ്യകൾ ഏതെല്ലാം? 4നേക്കാൾ കുറവുള്ള സംഖ്യകളാവും മിച്ചമായി വരുന്നത്. അതുകൊണ്ട് തന്നെ മിച്ചമായി വരുന്ന സംഖ്യകൾ 1, 2, 3 എന്നിവയാണ്. അടുത്ത ചോദ്യം, 5, 10, 15, 20 എന്നീ സംഖ്യാക്രമത്തിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന മിച്ചം എത്ര? 5, 10, 15, 20 ഇവയൊക്കെ തന്നെ നമുക്ക് 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ശിഷ്ടമായിട്ട് അല്ലെങ്കിൽ മിച്ചമായിട്ട് വരുന്നത് 0 ആയിരിക്കും. സി ചോദ്യം, 5 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 1 വരുന്ന ഒരു സംഖ്യാക്രമം എഴുതുക. 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 മിച്ചം വരുന്നത്. അവിടെ 5നെ ആദ്യത്തെ സംഖ്യ മുതൽ 0 മുതൽ മുന്നോട്ടുള്ള സംഖ്യകൾ കൊണ്ട് ഗുണിക്കുകയും ചെയ്യുക. അതിനോടൊപ്പം 1 കൂട്ടുകയും ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. 0 5നെ ഗുണിക്കുന്ന സമയത്ത് 0 തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് പിന്നീട് 1 കൂട്ടുമ്പോൾ 1 വരുന്നത്. അതുകൊണ്ട് ആദ്യത്തെ സംഖ്യ 1 തന്നെയാണ്. രണ്ടാമത്തെ സംഖ്യ 5നെ 1 കൊണ്ട് ഗുണിച്ചാൽ 5 പിന്നീട് 1 കൂട്ടുമ്പോൾ 6 വരുന്നത്. അപ്പോൾ 6 എഴുതാം. മൂന്നാമത്തെ സംഖ്യ 11. നാലാമത്തെ സംഖ്യ 16. ആ തരത്തിൽ സംഖ്യകൾ ക്രമത്തിൽ എഴുതുകയാണ് വേണ്ടത്. അടുത്ത ചോദ്യം, 3 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 2 വരുന്ന ഒരു സംഖ്യാക്രമം എഴുതുക. അവിടെ 0 മുതൽ സംഖ്യകൾ 3 കൊണ്ട് ഗുണിച്ച ശേഷം 2 കൂട്ടുകയാണ് വേണ്ടത്. 0നെ 3 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് 0 തന്നെയാണ് കിട്ടുന്നത്. അവിടെ 2 കൂട്ടുന്ന സമയത്ത് നമുക്ക് 2 എന്നാണ് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ അവിടെ ആദ്യത്തെ സംഖ്യ 2 തന്നെയാണ്. രണ്ടാമത്തെ സംഖ്യ 3നെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 വരുന്നത്. അതിൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ നമുക്ക് 5 എന്നാണ് ഉത്തരം കിട്ടുന്നത്. രണ്ടാമത്തെ സംഖ്യ 5. മൂന്നാമത്തെ സംഖ്യ 6ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 8 കിട്ടുന്നത്. 8 മൂന്നാമത്തെ സംഖ്യ വരുന്നത്. നാലാമത്തെ സംഖ്യ 11. ആ രീതിയിൽ സംഖ്യകൾ ക്രമത്തിൽ എഴുതുകയാണ് വേണ്ടത്. അതുപോലെ അവസാനത്തെ ചോദ്യം, ഒരു സംഖ്യയെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം 0 മിച്ചം 8 കിട്ടി. സംഖ്യ താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. 0 ഗുണനം 9 കൂട്ടണം 8. 0നെ 9 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് 0 മാറുന്നുണ്ട്. അതിനുശേഷം 8 കൂട്ടുന്ന സമയത്ത് 8 മാത്രമാണ് സംഖ്യ വരുന്നത്. അതുകൊണ്ട് തന്നെ ഹരണഫലം 8നെ 9 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഹരണഫലം ഉണ്ടാവുന്നില്ല.
അതുപോലെ തന്നെ ശിഷ്ടമായിട്ട് വരുന്നത് ആ 8 തന്നെയായിരിക്കും. ആദ്യത്തെ ഓപ്ഷനിലെ ആദ്യത്തെ 0 ഗുണനം 9 കൂട്ടണം 8 എന്നതാണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ എഴുതുക. അവിടെ ഒരു വൃത്തം പൂർണ്ണമായിട്ടും ഷെയ്ഡ് ചെയ്ത രീതിയിൽ കാണുന്നുണ്ട്. മറ്റൊരു വൃത്തത്തിൻ്റെ 4/1 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തതായിട്ട് കാണുന്നത്. അവിടെ എഴുതേണ്ടത് 1 1/4 1/4 എന്നാണ് എഴുതേണ്ടത്. അടുത്ത ചോദ്യം 1 1/8 എന്ന ഭിന്നസംഖ്യയെ വൃത്തവും വൃത്തഭാഗവുമായി വരച്ച് കാണിക്കുക. 1 എന്നാൽ പൂർണ്ണമായും ഒരു വൃത്തം വരച്ച് ഷെയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു വൃത്തം വരച്ച ശേഷം 8 ഭാഗങ്ങളാക്കിയ ശേഷം അതിൽ 1 മാത്രം ഷെയ്ഡ് ചെയ്യുക. അടുത്ത ചോദ്യം 1/4 1 1/8 1 1/3 എന്നിവയെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമത്തിലെഴുതിയാൽ മധ്യത്തിൽ വരുന്നത് ഏത് എന്നതാണ് ചോദ്യം. വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതിയാലും അതുപോലെ തന്നെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയാലും നടുവിൽ ഒരേ സംഖ്യ തന്നെയാണ് വരുന്നത്. ആ സംഖ്യയാണ് നിങ്ങൾ എടുത്തെഴുതാൻ പറയുന്നത്. ഇവിടെ 1 എന്നാൽ പൂർണ്ണസംഖ്യയായിട്ട് എല്ലാ കൂട്ടത്തിലും 1 ഒരു പൂർണ്ണസംഖ്യയായിട്ടുണ്ട്. ബാക്കി മാത്രമേ മാറ്റം വരുന്നുള്ളൂ, ഭിന്നസംഖ്യയായിട്ട് വരുന്നുള്ളൂ. ആദ്യത്തേത് 1/4 1/4. 1നെ 4 ഭാഗമാക്കിയതിൽ 1 എന്നാണ് പറയുന്നത്. മറ്റൊന്ന് പറയുന്നത് 1/8 എന്നാണ് പറയുന്നത്. 1നെ 8 ഭാഗമാക്കിയതിൽ 1. അതുപോലെ അടുത്തതായി പറയുന്നത് 1നെ 3 ഭാഗമാക്കിയതിൽ 1 എന്നാണ് പറയുന്നത്. 1നെ 3 ഭാഗമാക്കിയതിൽ 1 ഏറ്റവും വലിയ സംഖ്യ. കാരണം 1നെ 3 ഭാഗമാക്കിയതിൽ ഒരു ഭാഗമാണ് അവിടെ കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഏറ്റവും വലിയ സംഖ്യ അതാണ്. രണ്ടാമത്തെ വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 1നെ 4 ആക്കിയ ശേഷം അതിൽ1. ഒരു വൃത്തത്തെ 4 ഭാഗമാക്കി അതിൽ 1 എടുക്കുന്ന സമയത്ത് അത് 1/3 ചെറുതായിരിക്കും. കാരണം അവിടെ ആദ്യത്തേതിൽ 1/3 എന്നാൽ 3 ഭാഗം ആക്കിയതിൽ 1. ഇത് 4 ഭാഗം ആക്കിയതിൽ 1 ആയതുകൊണ്ട് ഇത് ചെറുതായിരിക്കും. അതുപോലെ തന്നെ 1നെ 8 ഭാഗമാക്കിയതിൽ 1 എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതായിരിക്കും. ഒരു വൃത്തത്തെ 8 ഭാഗമാക്കിയതിൽ 1 പറയുന്നത്. അത് ഏറ്റവും ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിൽ മധ്യത്തിൽ വരുന്ന സംഖ്യ 1/4 ആയിരിക്കും. അത് തിരിച്ചറിയാം. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ 1/3 ഭാഗം ഷെയ്ഡ് ചെയ്തത് ഏതു ചതുരത്തിലാണ് എന്നതാണ് ചോദ്യം. ആദ്യത്തേത് 3 ചതുരമായി കാണുന്നുണ്ടെങ്കിലും അതൊരു പ്രത്യേകത ഉണ്ട്. ഒരു ചതുരം വലുതാണ്. ഏകദേശം ഈ ചതുരത്തിൻ്റെ പകുതി മുറിച്ച ശേഷമാണ് മൂന്നാമത്തെ ചതുരം വലുതായിട്ട് കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യത്തെ ചതുരത്തിൽ 1/4 ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തേതിൽ ആകെ 9 ചതുരങ്ങളാണുള്ളത്. അതിൽ 4 ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും ഉത്തരമല്ല. മൂന്നാമത്തേത് നോക്കാം. മൂന്നാമത്തേതിൽ 8 ചതുരങ്ങളിൽ 6 ചതുരമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പം 8ൽ 6 എന്നാൽ നമുക്ക് മാറ്റിയിട്ട് 3/4 എന്ന് എഴുതാം. എന്നാൽ നമ്മുടെ ഉത്തരം അതല്ല. 1/3 കണ്ടുപിടിക്കാൻ പറയുന്നത്. അടുത്തത് 6 ചതുരങ്ങളുണ്ട്. അതിൽ 2 ഷെയ്ഡ് ചെയ്തതായിട്ട് കാണുന്നത്. അപ്പം 6ൽ 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമമാണ് 1/3. 2/6 എന്നാൽ 2 കൊണ്ട് മുകളിലും താഴെയും നമുക്ക് ഹരിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഹരിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുക 1/3. അവസാനത്തെ പ്രവർത്തനം നോക്കാം. ഒരു വർഷത്തെ ഡിസംബർ മാസത്തിൽ 4 ഞായറാഴ്ചകളും 5 ശനിയാഴ്ചകളും ഉണ്ട്. ആദ്യത്തെ ചോദ്യം ഡിസംബർ മാസം 31-ാം തീയതി ഏത് ദിവസമാണ്? 4 ഞായറാഴ്ചകളും 5 ശനിയാഴ്ചകളും ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ശനി കഴിഞ്ഞിട്ടാണ് ഞായറാഴ്ച. 5 ശനിയാഴ്ച ഉണ്ട് എന്ന് പറയുമ്പോൾ അടുത്തത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച 4 വരുന്നുള്ളൂ. അപ്പോൾ അവസാനത്തെ ദിവസം
ശനിയാഴ്ചയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ശനിയാഴ്ച എന്ന് എഴുതാം. 31-ാം തീയതി ശനിയാഴ്ചയാണ്. അങ്ങനെയെങ്കിൽ ഡിസംബർ മാസം 1-ാം തീയതി ഏത് ദിവസമാണ്? ആ മാസം തന്നെ 1-ാം തീയതി ഏത് ദിവസമാണ് എന്നതാണ് ചോദ്യം. അത് ചെയ്യാൻ വേണ്ടി ഒരു പാറ്റേണായിട്ട് എഴുതുകയാണ് വേണ്ടത്. 31 ശനിയാണ്. അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് 7 കുറച്ചാൽ 24 ശനിയാഴ്ചയായിരിക്കും. അതിൽ നിന്ന് 7 കുറച്ചാൽ 17 ശനിയാഴ്ചയായിരിക്കും. അതിൽ നിന്ന് 7 കുറച്ചാൽ 10 ശനിയാഴ്ചയായിരിക്കും. അതിൽ നിന്ന് 7 കുറച്ചാൽ 3 ശനിയാഴ്ചയായിരിക്കും. അപ്പോൾ 3 ശനിയാഴ്ച ആയതുകൊണ്ട് 2-ാം തീയതി വെള്ളിയാഴ്ചയായിരിക്കും. വെള്ളിയാഴ്ച 2-ാം തീയതി ആയതുകൊണ്ട് 1-ാം തീയതി വ്യാഴാഴ്ചയായിരിക്കും. 1-ാം തീയതി വ്യാഴാഴ്ചയാണ്. ഡിസംബർ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങൾ 5 എണ്ണം വീതം ഉണ്ട്? 3-ാം തീയതി ശനിയാഴ്ചയാണ് എന്നത് നമ്മൾ കണ്ടെത്തിയതാണ്. അതുപോലെ തന്നെ ആ ശനിയാഴ്ച തന്നെയാണ് 31-ാം തീയതിയായിട്ട് വരുന്നതും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് 2-ാം തീയതിയും 5 എണ്ണം ഉണ്ടാവും. 2-ാം തീയതിയായിട്ടുള്ള വെള്ളിയാഴ്ചയും 5 എണ്ണം ഉണ്ടാവും. 1-ാം തീയതിയായിട്ടുള്ള വ്യാഴാഴ്ചയും 5 എണ്ണം ഉണ്ടാവും. അപ്പം വ്യാഴം, വെള്ളി, ശനി ഇവയാണ് 5 ദിവസങ്ങൾ ഉണ്ടാവുന്നത്. അവസാനത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അതിവർഷമല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. ബാക്കി 3 എണ്ണം, 1 അതിവർഷമല്ല, ബാക്കി 3 എണ്ണം അതിവർഷമാണ്. അതിവർഷമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ചെയ്യേണ്ടത് 4 കൊണ്ട് ഹരിച്ച് നോക്കുകയാണ് വേണ്ടത്. 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അതിവർഷമായിരിക്കും. ഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിശേഷം ഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് അതിവർഷം ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ ആദ്യത്തെ സംഖ്യ 2000 ആണ്. 2000-നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റും എന്ന കാര്യം നമുക്കറിയാം. അതുപോലെ അടുത്ത സംഖ്യ 2020 ആണ്. 2020 എന്ന് പറയുമ്പോൾ അവസാനത്തെ 2 അക്കം മാത്രം 4 കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതി. 4-ൻ്റെ ഹരണഫലമാണോ എന്ന് അറിയാൻ അവസാനത്തെ 2 അക്കം മാത്രം ഹരിച്ച് നോക്കിയാൽ മതി. അവസാനത്തെ 2 അക്കം 20 ആണ്. 20-നെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ 2020 അതിവർഷമാണ്. അടുത്തത് 2018 ആണ്. 18-നെ നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഈ കൂട്ടത്തിലെ അതിവർഷമല്ലാത്തത് 2018 ആണ്.